ഇപ്പോൾ തൊട്ടടുത്ത് വാട്സപ്പിൽ വന്ന ഒരു 3 മാറ്റങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വാട്സപ്പ് നമുക്ക് ഇപ്പോൾ 8ന്റെ പണിയും തന്നു. അതുപോലെ തന്നെ കുറച്ച് നല്ല കാര്യമാണ്. 8 ആളുമായിട്ട് 8 പേഴ്സണായിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യാനും അങ്ങനെ ഒരു ഓപ്ഷനും വാട്സപ്പ് തന്നു. എന്നാൽ നമുക്ക് അതുപോലെ തന്നെ 8ന്റെ പണി വേറെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാട്സപ്പ് എങ്ങനെ ആദ്യമായിട്ട് 8 പേരുമായിട്ട് എങ്ങനെ വീഡിയോ കോൾ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് വാട്സപ്പ് അപ്ഡേഷൻ ചെയ്യണം. പുതിയ വാട്സപ്പിൽ ഇപ്പം നിലവിൽ ലഭിക്കില്ല. അപ്പോൾ അതിന് വാട്സപ്പ് ഒന്ന് അപ്ഡേഷൻ ചെയ്യുക. ലിങ്കിൽ കയറിയിട്ട് ഒന്ന് അപ്ഡേഷൻ ചെയ്യുക. ശ്രദ്ധിക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ലിങ്ക്. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇൻ്റർഫേസ് ആവും കാണാൻ സാധിക്കുക. അപ്പോൾ വാട്സപ്പ് മീഡിയ ഫയറിൻ്റെ ഒരു സൈറ്റാണ് വരിക. അപ്പോൾ ഇതിൽ പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയതിനു ശേഷം ഇവിടെ ഡൗൺലോഡിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ഞാൻ ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. ഇപ്പോൾ വാട്സപ്പ് അപ്ഡേഷൻ ആയിട്ടുണ്ട്, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ശേഷം ഇവിടെ ഡൺ കൊടുക്കാം. ഡൺ കൊടുത്തതിന് ശേഷം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇനി വാട്സപ്പ് കോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ചിലർക്കൊന്നും ഇത് ഇപ്പോഴും അറിയാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അറിയുന്നവർ ഒരുപാടുണ്ട്. എന്നാലും നമ്മളൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം പ്ലസ് ബട്ടൺ. ഈ കോൾ ചിഹ്നത്തിൻ്റെ മുകളിൽ പ്ലസ് ബട്ടൺ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ആരൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഇതിൽ കാണാം. അപ്പോൾ അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എത്ര പേര്, ആദ്യം നമുക്ക് 3 പേരെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1 2 3 4 5 6 ഇപ്പോൾ 6 ആളായി. 6 പേരാണ് ഇപ്പോൾ ഇത് ആൾറെഡി. 7 പേരുണ്ട്. 7 പേര് ആൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. 7 പേരെ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾറെഡി ഇത് 7 ആൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് വേണമെങ്കിൽ കോൾ ചെയ്യാം. ഞാനിപ്പോൾ കോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അപ്ഡേഷൻ ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അപ്ഡേഷൻ എന്താണെന്ന് നോക്കാം. വാട്സപ്പിൽ വേറൊരു മാറ്റം, പുതിയൊരു മാറ്റം വന്നത്, അതായത് നമുക്ക് ഒരു പണി കിട്ടിയൊരു മാറ്റമാണ്. വാട്സപ്പിൽ ഒരു ഫ്രീക്വൻ്റ്ലി ഫോർവേഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. അത് പലർക്കും അറിയില്ല, ചിലർക്കൊന്നും അറിയില്ല. ഇപ്പോഴും ചോദിച്ചവരുണ്ട് എന്താണിത് ഇങ്ങനെയാണ്. അതായത് നമ്മളൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ചില മെസ്സേജുകൾ കാണാം ഒരാൾക്കേ ഫോർവേഡ് ചെയ്യാൻ കഴിയുള്ളൂ. അത് ഫ്രീക്വൻ്റ്ലി ഫോർവേഡ് മെസ്സേജാണ്. അതായത് 5ൽ കൂടുതൽ ആളുകൾക്ക് നമ്മൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീക്വൻ്റ്ലി മെസ്സേജിൽ പെടും. അങ്ങനെ വരുന്ന സമയത്ത് ഒരാൾക്ക് മാത്രമേ അത് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത മെസ്സേജുകൾ നമുക്ക് 5ൽ ഉള്ളിൽ നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകൾ നമ്മൾ സാധാരണ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന പോലെ 5 ആൾക്ക് നമുക്ക് സെൻഡ് ചെയ്യാം. എന്നാൽ ഈ ഫ്രീക്വൻ്റ്ലി ഫോർവേഡ് മെസ്സേജ് ഒരൊറ്റ ആൾക്ക് മാത്രമേ ഫോർവേഡ് ആവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രീക്വൻ്റ്ലി ഫോർവേഡ് മെസ്സേജ് നമ്മളെങ്ങനെ തിരിച്ചറിയാം. ഇപ്പോൾ സാധാരണ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജിന് ഇവിടെ ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണാം. മുകളിൽ കാണാം ഫോർവേഡ്. ഇത് ഫോർവേഡ് ചെയ്ത മെസ്സേജാണ്. ഒരു ആരോ മാർക്കും കാണാം. പക്ഷേ ഇവിടെ ആരോ മാർക്ക് 2 ചിഹ്നമാണ് കാണുന്നത്. ഇപ്പോൾ നോക്കിയാൽ കാണാം 2 ചിഹ്നമാണ് കാണുന്നത്. സാധാരണ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജിന് ഒരൊറ്റ ചിഹ്നം മാത്രമേ കാണുള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇനി ജസ്റ്റ് ഞാനിത് ഫോർവേഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് ഫോർവേഡ് ചെയ്യാണ്. ഒരാൾക്ക് മാത്രമേ ഇത് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ ഒരാൾക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ സാധാരണ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണാം. ഇതിൽ ഒരൊറ്റ ആരോ മാർക്ക് മാത്രമേ കാണുന്നുള്ളൂ. കണ്ടാൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഞാനിത് സെൻഡ് ഫോർവേഡ് ചെയ്യാണ്. സോറി, ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യാത്തത് കൊണ്ട് ഫോർവേഡ് ആവുന്നില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കണം, ചിലർക്ക് അതും അറിയില്ല. അപ്പോൾ ഞാൻ ഫോർവേഡ് കൊടുക്കുകയാണ്. ഫോർവേഡ് കൊടുക്കുമ്പോൾ ഇത് 5 പേഴ്സണ് നമുക്ക് ഫോർവേഡ് ചെയ്യാം. 5 ആൾക്ക് ഇത് മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. മറ്റേത് ഫ്രീക്വൻ്റ്ലി ഫോർവേഡ് മെസ്സേജ് നമുക്ക് ഒരാൾക്ക് മാത്രമേ ഫോർവേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് വാട്സപ്പ് തന്ന നമുക്കൊരു പണി തന്നതാണ്. കാരണം ഒരുപാട് അത്യാവശ്യ ഘട്ടങ്ങളിൽ 5ൽ കൂടുതൽ ഫോർവേഡ് മെസ്സേജ് വരുന്നത് അധികവും നമുക്ക് അത്യാവശ്യ മെസ്സേജുകളായിരിക്കും. അതായത് വൈറലായ മെസ്സേജുകൾ, അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകളാണ് ഈ ഫോർവേഡ് മെസ്സേജുകൾ. 5ൽ കൂടുതൽ മെസ്സേജുകൾ ഫോർവേഡായിട്ട് വരുന്നത്. അപ്പോൾ കാര്യപ്പെട്ട വൈറലായ വീഡിയോ എല്ലാവർക്കും കാണേണ്ട മെസ്സേജുകളായിരിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു മുട്ടൻ പണി വാട്സപ്പ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു അപ്ഡേഷൻ നമുക്ക് നോക്കാം. വാട്സപ്പിൻ്റെ മറ്റൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ വാട്സപ്പ് സ്റ്റാറ്റസ്.
ഇപ്പോൾ സ്റ്റാറ്റസ് ആദ്യം നമുക്ക് 30 സെക്കൻഡിൻ്റെ വീഡിയോസ് ആയിരുന്നു ആദ്യം വാട്സപ്പ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 15 ആക്കി ചുരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ 15 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ മാത്രമേ സ്റ്റാറ്റസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അത് മറ്റൊരു പണി ഇപ്പോൾ തന്നതാണ്. പിന്നെ മറ്റൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതൊരു കാര്യപ്പെട്ട മെസ്സേജ് തന്നെയാണ്. അതായത് പഴയ ഓൾഡ് സെൻഡ് ചെയ്ത മെസ്സേജുകളൊക്കെ സെർച്ച് ചെയ്തെടുക്കാനുള്ളൊരു സംവിധാനം വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അത് നിലവിൽ ഇപ്പോൾ എത്തിയിട്ടില്ല. നിലവിൽ വന്നത് വാട്സപ്പിലെ iOS വെർഷനിൽ മാത്രമേ ഉള്ളൂ. അതായത് ഐഫോണിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് നിലവിൽ ആൻഡ്രോയിഡിൽ എത്തിയിട്ടില്ല. നിലവിൽ ആൻഡ്രോയിഡിൽ എത്തും. എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് താഴെ കാണുന്ന വീഡിയോയുടെ താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം വരുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക് എന്ന ഈ ആപ്പുകൾ വഴി ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ.